ഹായ്, നമുക്ക് പഠിക്കാനുള്ള എല്ലാ ലെസൺസിന്റെ മേജർ തീംസ് അല്ലെങ്കിൽ നമുക്ക് എക്സാമിന്റെ സമയത്ത് എല്ലാ ആൻസറിന്റെ ഇടയ്ക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ വീഡിയോ 2x ഇട്ട് കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താലും മതിയാവും കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 3 L's ഓഫ് എംപവർമെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് യൂണിറ്റിന് ഓൾറെഡി സർ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ. സോ അതിനകത്ത് 3 L's ഓഫ് എംപവർമെന്റ് ക്രിസ്റ്റ്യൻ ലഗാർഡിന്റെ ഒരു സ്പീച്ച് ആണ് അല്ലെ. അതിനകത്ത് ഫോർമുല ഓഫ് സക്സസ് അല്ലെ, ഒരു സ്ത്രീക്ക് വിജയിക്കണം അല്ലെങ്കിൽ വിമൻ വിജയിക്കണം എന്നുണ്ടെങ്കിൽ 3 എല്ലുകളാണ് ആവശ്യമുള്ളത്. ഏതൊക്കെയാണ് ആ മെയിൻ ആയിട്ടുള്ള 3 എല്ലുകൾ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഈ 3 എല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ആസ് എ ഫൗണ്ടേഷൻ അല്ലെ. അതിനകത്ത് ആ ഒരു ആഫ്രിക്കൻ സേയിങ് ഉണ്ടല്ലോ അല്ലെ, നമ്മളൊരു ആൺകുട്ടീനെ പഠിപ്പിക്കുമ്പോഴും ഒരു പെൺകുട്ടീനെ പഠിപ്പിക്കുമ്പോഴുള്ള ഡിഫറൻസ്, ആ കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ദ വർക്ക് ഫോഴ്സ് ആൻഡ് എൻഷുറിംഗ് ഈക്വൽ പേ ഓഫ് ഈക്വൽ വർക്ക് ഇസ് എസെൻഷ്യൽ ഫോർ ഇൻക്രീസിംഗ് എ നേഷൻസ് GDP ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അതിൻ്റെ അകത്ത് ഒരു എസ്സേ എഴുതാനൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം കേട്ടോ. ഡെയറിംഗ് ദ ഡിഫറൻസ് അല്ലെ, ആ ഒരു ഡിഫറൻസ് നമ്മൾ മാറ്റിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. വിമൻ മസ്റ്റ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദിയർ കംഫർട്ട് സോൺസ്, ചേഞ്ച് ദിയർ മൈൻഡ് സെറ്റ് ആൻഡ് ഡെയർ ദ ഡിഫറൻസ് ടു റിയലൈസ് ദിയർ ഫുൾ പൊട്ടൻഷ്യൽ. അവനവൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ തന്നെ ധൈര്യം കാണിക്കണം എന്നുള്ളതാണ് ആ ഒരു സ്പീച്ചിൻ്റെ അകത്ത് ക്രിസ്റ്റ്യൻ ലഗാർഡെ പറയുന്നത്. നെക്സ്റ്റ് എനി വുമൺ എന്ന് പറഞ്ഞ ഒരു പോയമാണ് അല്ലെ. അതിൻ്റെ അകത്ത് മദറിന്റെ പിവട്ടൽ റോളിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അമ്മ എത്രത്തോളം വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള പില്ലർ ആയിട്ട് ഒരു ഫാമിലിയിൽ മാറുന്നു എന്നുള്ളതാണ്. ദ മദർ ഇസ് ദ പില്ലർ ആൻഡ് കീ സ്റ്റോൺ ഓഫ് ദി ഹൗസ്. ദെൻ ദ സ്പിരിറ്റ് ഓഫ് ദി ഹോം അല്ലെ, ആ വീടിന്റെ ഒരു ആത്മാവാവുന്നത്, വീടിന്റെ ഒരു സ്പിരിറ്റ് ആവുന്നത് ആരാണ്? അമ്മയാണ് അല്ലെ. ഷീ ഈസ് ദ ഫയർ ഓൺ ദ ഹെർത്ത് ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ സൺ, പ്രൊവൈഡിംഗ് വാംത്ത്, കംഫർട്ട് ആൻഡ് പൾസ് ഓഫ് ദ ഫാമിലീസ് ബ്ലഡ്. സോ ആ ഒരു പോയിന്റിന്റെ അകത്ത് അമ്മേനെ കുറിച്ച് എത്രത്തോളം പറയുന്നത്, അല്ലെങ്കിൽ ഒരു വുമൺ എത്രത്തോളം ഒരു ഫാമിലിക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് പറയുന്നത് അല്ലെ. സീക്രട്ട് റിംഗ് ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ the mother acts as a protector, a wall against danger and a knot of love that prevents children from wandering away and getting lost. അല്ല, അപ്പൊ അമ്മയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മദർ ആണ് അല്ലെ എല്ലാവരും തമ്മിൽ കൂട്ടിക്കെട്ടുന്ന ആ ഒരു എന്താ പറയാ ചരട് എന്ന് പറയുന്നത്. ദെൻ സോ അതാണ് ആ സേക്രഡ് റിംഗ് ഓഫ് ലവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ സെൽഫ്ലെസ് സാക്രിഫൈസ്, അമ്മ നടത്തുന്ന സാക്രിഫൈസസ് അല്ലെ. സോ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഒരു ലെസണിൻ്റെ അകത്ത് വരുന്ന എന്തെങ്കിലുമൊക്കെ ആൻസറിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. നെക്സ്റ്റ് വണ് മാച്ച് ബോക്സ് ആണ്. നമ്മുടെ നൊമിതയുടെ കഥയാണ് അല്ലെ. സോ അതിൻ്റെ അകത്ത് ആ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ, അതിന് അല്ലെങ്കിൽ ആ മാച്ച് ബോക്സ് എങ്ങനെയാണ് ഒരു മെറ്റഫർ ആയിട്ട് മാറുന്നത്, അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഹിഡൻ സ്ട്രെങ്ത് ഓഫ് വിമൻ അല്ലെ, പെണ്ണുങ്ങൾക്കുള്ള സ്ത്രീകൾക്കുള്ള ഹിഡൻ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയാണ്. വിമൻ ആർ കമ്പയർഡ് ടു മാച്ച് ബോക്സസ് meek and harmless in appearance. കണ്ടു കഴിഞ്ഞാൽ വലിയ ഹാം ഒന്നും ഇല്ലാന്ന് തോന്നും. ബട്ട് possessing enough gun powder to set off a raging fire. അല്ലെ, ഒരു തീ ആളി കത്തിക്കാൻ ആർക്ക് പറ്റും? കനലൊരു തരി മതി എന്ന് പറയുന്നല്ലേ. സോ ഒരു തീ ആളി കത്തിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റും എന്നുള്ള രീതിക്കാണ് അവിടെ പറയുന്നത്. ദെൻ ഡൊമസ്റ്റിക് ഓപ്പറേഷൻ അല്ലെ. ദ സ്റ്റോറി ക്രിട്ടിക്സ് ദ മെയിൽ ഡോമിനേറ്റഡ് ഇന്ത്യൻ സൊസൈറ്റി വേർ എ വൈഫ്സ് ഐഡന്റിറ്റി ആൻഡ് പ്രൈവസി ആർ ഓഫൻ ഡിസ്റിഗാർഡഡ് ബൈ ഹർ ഹസ്ബൻഡ്. ഹസ്ബൻഡ് ഒട്ടും മൈൻഡ് ചെയ്യാതെ പോകുന്ന ആ ഒരു അല്ലെ, ഒരു എന്താ പറയാ ഒരു ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ആർക്കുള്ളത്? ഒരു സാധാരണ ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ ഒരു വുമൺ ഫേസ് ചെയ്യുന്നത്. ആ പോയിന്റ് നിങ്ങൾക്ക് പറയാം. ദെൻ മാസ്ക് ഓഫ് ഹൈ മൈൻഡഡ്നെസ്. മെൻ ഓഫൻ ഹൈഡ് ബിഹൈൻഡ് എ മാസ്ക് ഓഫ് കൈൻഡ്നെസ് വൈൽ വൂണ്ടിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദിയർ വൈഫ്സ് അല്ലെ. സ്ത്രീകളുടെ ഡിഗ്നിറ്റിനെ വൂണ്ട് ചെയ്തുകൊണ്ട് മിക്കവാറും ആണുങ്ങളെല്ലാവരും മാസ്ക്ഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയും വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത് കേട്ടോ. സോ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഹൊറഗല്ലു ആണ്. ഹൊറഗല്ലുവിൽ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഇമോഷണൽ സപ്പോർട്ട് അല്ലെ. ഒരാൾക്ക് അയാളുടെ ലൈഫിൽ ഇതുപോലെ ഇമോഷണൽ സപ്പോർട്ട് ആയിട്ട് ഒരാൾ വേണം അല്ലെ, ആ കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ലിസണിങ് ആസ് എ സോഷ്യൽ സർവീസ് അല്ലെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളത് ഒരു സോഷ്യൽ സർവീസ് പോലെ കാണുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എലിവേറ്റിംഗ് സ്ട്രെസ് അല്ലെ, അതായത് ആ ഒരു കേട്ടിരിക്കുക എന്നുള്ളത് അവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, പക്ഷെ എന്താണ്, ഒരു റിലീഫ് കൊടുക്കാൻ, ഒരു ആശ്വാസമാകാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന് പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഹൊറഗല്ലു എന്ന് പറയുന്ന ആ ഒരു അനക്ഡോട്ടിനകത്ത് പറയുന്നത് കേട്ടോ. സോ ഈ പോയിന്റ്സ് നിങ്ങളൊന്ന് നോക്കി വെച്ചോളാം. ദെൻ നെക്സ്റ്റ് വൺ മെൻഡിങ് വാൾ ആണ് അല്ലെ. രണ്ട് നെയ്ബേഴ്സ് തമ്മിൽ ഒരു മതിൽ നന്നാക്കുന്നു. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് അല്ലെ ബാരിയേഴ്സ് വേഴ്സസ് റിലേഷൻഷിപ്പ് ആ ഒരു കാര്യം, ആൻഡ് ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, ഇങ്ങനെയുള്ള തീംസ് ഒക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. ബാരിയർ വേഴ്സസ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? ദ പോയം എക്സ്പ്ലോസ് ദ ടെൻഷൻ ബിറ്റ്വീൻ നാച്ചുറൽ ഏർജ് ടു കണക്ട് ആൻഡ് ഹ്യൂമൻ ടെൻഡൻസി ടു ബിൽഡ് വാൾസ് ആൻഡ് ബൗണ്ടറീസ്. അതിനകത്ത് പറയുന്നുണ്ട് അല്ലേ, നേച്ചറിന് ഈ പറയുന്ന ബൗണ്ടറീസ് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടുന്നില്ല, പക്ഷെ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യാണ്, അങ്ങനെ വാൾസ് കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, ആ രണ്ട് നെയ്ബേഴ്സും അല്ലെ, ഒരാൾ മോഡേണിറ്റിയുടെയും ഒരാൾ ട്രഡീഷനെയും
ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ നേച്ചേഴ്സ് ഡിസ്ലൈക്ക് ഫോർ വാൾസ്, അല്ലെ പ്രകൃതി എങ്ങനെയാണ് ആ ഒരു വാളിനെ തകർക്കാൻ വേണ്ടി നോക്കുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, മെൻഡിങ് വാളിന്റെ അകത്തുനിന്ന് ഒരു ആൻസർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ അമീഗോ ബ്രദേഴ്സ് ആണ്, പിരി തോമസിന്റെ സ്റ്റോറിയാണ്. അതിൻ്റെ അകത്ത് എന്താണ്, അല്ലെ അവർ രണ്ടുപേരും അത്രയും ഭയങ്കര അല്ലെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ബ്രദർഹുഡ് ആണ് അവർ തമ്മിലുള്ളത്, അല്ലെ അത്രയും ഒരുപോലെ സ്നേഹിക്കുന്ന രണ്ട് ഫ്രണ്ട്സ് ആണ് വരുന്നത്. സോ ഫ്രണ്ട്ഷിപ്പ് ഓവർ കോമ്പറ്റീഷൻ, അവരവിടെ കോമ്പറ്റീഷനെക്കാളും ഏറ്റവും മേലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വാല്യൂ കൊടുക്കുന്നത് എന്തിനാണ്, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനാണ്, ആ റിലേഷൻഷിപ്പിനാണ് അല്ലെ. ദെൻ ഡിഗ്നിറ്റി ഇൻ സ്പോർട്സ്മാൻഷിപ്പ്, അല്ലെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പോർട്ട് പേഴ്സൺ എന്നുള്ള പോലെ റെസ്പെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. മറ്റേയാളെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ മറ്റേയാളെ നശിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു അല്ലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് അവർ തമ്മിൽ നടക്കുന്നത്. ദെൻ ഷെയർഡ് ഡ്രീംസ്, രണ്ടുപേർക്കും ഒരേപോലുള്ള സ്വപ്നങ്ങളാണുള്ളത്. ആൻഡ് ആ ഡ്രീംസിന് വേണ്ടി അവർ രണ്ടുപേരും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ആൻഡ് ഫൈനലി എന്താ വരുന്നത്, വിന്നറിനെ അവിടെ നമ്മൾ അറിയുന്നില്ല. they both walk hand in hand out of the arena, അല്ലെ അവിടുന്ന് പുറത്തേക്ക് ഒരുമിച്ച് നടന്നു പോവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ് അവർ ഓഫ് ട്രൂത്ത് ആണ് അല്ലെ. അവർ ഓഫ് ട്രൂത്തിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു വീഡിയോ മിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കുക കേട്ടോ. സോ ഇന്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി, അല്ലെ അതിൻ്റെ അകത്ത് സത്യസന്ധത അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് റോബർട്ട് ബോൾവിനെ സംബന്ധിച്ചെന്നുള്ളതാണ് ആ ലെസണിനകത്ത് മെയിൻ ആയിട്ടും പറയുന്നത്. കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി, അല്ലെ പൈസയ്ക്ക് ഒരു മനുഷ്യൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയും, എത്രത്തോളം വലിയ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഒരാളുടെ മേലെ വരുത്താൻ കഴിയുന്നത് ആ ലെസണിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ റിവാർഡ് ഓഫ് വെർച്യൂ, അല്ലെ അയാളുടെ റോബർട്ട് ബോൾവിന്റെ ആ ഒരു വെർച്യൂന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഓണസ്റ്റിക്ക് അയാൾ റിവാർഡഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ലെസണിന്റെ അകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് 3 വീൽ റെവല്യൂഷൻ ആണ്, നമ്മുടെ ഇർഫാൻ ആലത്തിന്റെ ഒരു ഇന്റർവ്യൂ ആണ്. അതിന്റെ അകത്ത് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺടർപ്രണറിന്റെ കഥയാണ് പറയുന്നത് അല്ലെ. ഒരു സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ അദ്ദേഹം തുടങ്ങുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്കൊക്കെ തന്നെയും ഒരു ജീവിതത്തിൽ ഒരു വെളിച്ചമാവാൻ വേണ്ടി ആർക്ക് കഴിയാണ് ചെയ്യുന്നത്, ഇർഫാൻ ആലത്തിന് കഴിയാണ്. സോ ആ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് പറയാം. ദെൻ ഡിഗ്നിറ്റി ഓഫ് ലേബർ, അല്ലെ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് അതിനകത്ത് മനസ്സിലാവാണ്. ആൻഡ് യൂത്ത് ആസ് ചേഞ്ച് മേക്കേഴ്സ്, യങ്സ്റ്റേഴ്സിന് സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതും കൂടെ അതിൻ്റെ ഒരു തീമാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ദീദിയും എന്ത് തന്നെയാണ്, ഇതേപോലെ തന്നെ ഒരു ലൈഫ് റൈറ്റിംഗ് ആണ് അല്ലെ. ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിമറിച്ചിട്ടുള്ള ഒരാളുടെ ഷഹീൻ മിസ്ട്രിയുടെ കാര്യമാണ് അതിനകത്ത് പറയുന്നത്. സോ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, എല്ലാ കുട്ടികൾക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത്. പവർ ഓഫ് പെർസിസ്റ്റൻസ്, അല്ലെ ഷഹീൻ മിസ്ട്രീസ് സ്ട്രഗിൾ ടു സ്റ്റാർട്ട് അകാംക്ഷ സ്കൂൾസ് ഹൈലൈറ്റ്സ് ദാറ്റ് വൺ ഇൻഡിവിജ്വൽസ് പാഷൻ ക്യാൻ ട്രാൻസ്ഫോം തൗസൻഡ്സ് ഓഫ് ലൈഫ്. അത് തന്നെയാണ് മറ്റുള്ളവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഷഹീൻ മിസ്ട്രി എന്നുള്ളതാണ് ആ ലെസണിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്രേക്കിംഗ് ബാരിയേഴ്സ്, അല്ലെ ഒരുപാട് പേരുടെ മുന്നിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുക അല്ലെ. സൊസൈറ്റിയിലുള്ള ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചും ഷഹീൻ മിസ്ട്രി അതിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ സ്റ്റാമർ, സച്ചിദാനന്ദന്റെ പോയമാണ് സ്റ്റാമർ. അതിനകത്ത് എന്താണ്, യൂണിവേഴ്സൽ ഇംപെർഫെക്ഷൻ ആയിട്ടാണ് സ്റ്റാമറിനെ അവിടെ കാണുന്നത്. സ്റ്റാമർ ഇസ് നോട്ട് എ ഹാൻഡികാപ്പ് ബട്ട് എ മോഡ് ഓഫ് സ്പീച്ച്, അതിനെ ഒരു ഭാഷയായിട്ട് തന്നെ ഒരു മോഡ് ഓഫ് സ്പീച്ച് ആയിട്ടാണ് പറയുന്നത് അല്ലെ. ദാറ്റ് റിഫ്ലെക്ട്സ് ദ ഗ്യാപ്സ് ആൻഡ് സൈലൻസ് ഇൻ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ റെസ്പോൺസ് ആണ്. അപ്പം സ്റ്റാമർ എന്താണ്, ഒരു എന്താ പറയാ ഒരു പോരായ്മയല്ല, അതൊരു ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. പിന്നെ സെറ്റയർ ഓൺ സോഷ്യൽ സൈലൻസ്, അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ദ പോയം ക്രിട്ടിക്സ് പീപ്പിൾസ് ഇനബിലിറ്റി ടു സ്പീക്ക് അപ്പ് ക്ലിയർലി അഗെയിൻസ്റ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ്. സോഷ്യൽ ഇൻജസ്റ്റിസിനെതിരെ സ്പീക്ക് അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൺഫിഡൻസ് ആർക്ക് കൊടുക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ അതിനെ ഒരു സെറ്റയർ ആക്കി ആണ് നമ്മുടെ സച്ചിദാനന്ദ ഇതിനകത്ത് പ്രസന്റ് ചെയ്യുന്നത്. ദെൻ സാക്രിഫൈസ് ഓഫ് മീനിങ്, അല്ലെ അതിനകത്ത് എന്താണ് പറയുന്നത്, എവറി ടൈം വി ഫെയിൽ ടു സ്പീക്ക് ദ ട്രൂത്ത് പെർഫെക്റ്റ്ലി, നമ്മൾ എപ്പോഴും നമ്മൾ സത്യം വിഴുങ്ങുമ്പോൾ എന്താ അവിടെ ഉണ്ടാവുന്നത്, വി ആർ ഓഫറിംഗ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്, അല്ലെ ഈ പറയുന്ന സത്യങ്ങളെ നമ്മൾ വിഴുകുന്ന സമയത്ത് അർത്ഥങ്ങളുടെ തമ്പുരാന് ഒരു ബലി നൽകുകയാണ് ചെയ്യുന്നതാണ് സ്റ്റാമറിനെ കൊണ്ട് പറയുന്നത്. ദെൻ വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാങ്കാരി മാതാവിന്റെ ഒരു സ്പീച്ച് ആണല്ലേ, നോബൽ പ്രൈസ് റിസീവ് ചെയ്യുന്ന ടൈമിലുള്ള സ്പീച്ചാണ്. അവർ അതിൻ്റെ അകത്ത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തോരം കാര്യങ്ങൾ അവർ ചെയ്തു. ആൻഡ് ആ മൂവ്മെന്റിലൂടെ അവിടെ കെനിയയിലുള്ള സാധാരണക്കാരായിട്ടുള്ള വിമൻ എന്തൊക്കെ അച്ചീവ് ചെയ്തു, ആ നാട്ടിന് വരുത്താൻ വേണ്ടി മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ആ ഒരു ലെസണിനകത്ത് പറയുന്നത്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് സ്ട്രഗിൾ, ഇത്രയും കാര്യങ്ങളാണ് ആ ലെസണിനകത്ത് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മക്കളെ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വേഗം ഇതൊന്ന് പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, കമന്റ്സ് പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. കാരണം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ആണുള്ളത്, ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇനി റൈസ് ആണ്, ചെമ്മനം ചക്കയുടെ റൈസിൻ്റെ അകത്ത് എന്താണ്,
അല്ലെ നമ്മളുടെ ട്രഡീഷനെ വിട്ട് കളഞ്ഞിട്ട് എന്താ പറയാ അല്ലെ പുതിയ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നു ആൻഡ് നമുക്ക് ഇപ്പൊ ഇവിടെയുള്ള റിസോഴ്സസ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നുള്ള വലിയൊരു സോഷ്യൽ സെറ്റയർ ആണ് അതിനകത്ത് ചെമ്മനം ചാക്കോ കാണിക്കുന്നത് അല്ലെ. ലോസ് ഓഫ് കൾച്ചർ ആൻഡ് റൂട്ട്സ് അതൊരു പോയിന്റ് ആണ്. സെറ്റയർ ഓൺ കൊമേഴ്ഷ്യലിസം അല്ലെ, ഈ ഒരു എല്ലാ കാര്യവും നമ്മൾ ഒരു എന്താ പറയാ കൺസ്യൂമർ ആവുക, ആ കൺസ്യൂമറിസത്തിനെതിരെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷനെതിരെ ഒരു സെറ്റയർ ആണ് ഇതിനകത്ത് ചെമ്മനം ചാക്കോ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ദെൻ മോക്കറി ഓൺ മോഡേൺ റിസർച്ച് അല്ലെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് റൈസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്, അതിനകത്ത് എസ്സേ ആണ്. നിങ്ങൾക്ക് മക്കളെ നമ്മൾ എപ്പോഴും പറയാറില്ലാണ് നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് അല്ലെ. സോ നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രഗ്സ് അല്ലെ, ഡ്രഗ്സ് ഒരു സാധാരണ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഒരു എന്താ പറയാ ഫിസിക്കലി ഒരു പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി ഇമോഷണലി ഒരു പ്രശ്നമില്ലാത്ത ഒരാള് പ്ലഷറിന് വേണ്ടി യൂസ് ചെയ്യുമ്പം അതൊരു എന്താ പറയാ അബ്യൂസ് ആയിട്ട് മാറുന്നു, ഡ്രഗ് അബ്യൂസ് ആയിട്ട് മാറുന്നു. ആൻഡ് ഡ്രഗ് അബ്യൂസ് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അയാളുടെ ബോഡീനെ, അയാളുടെ ഇമോഷൻസിനെ, അയാളുടെ ചുറ്റിലുള്ള ആൾക്കാരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ലെസണിനകത്ത് പറയുന്നത് അല്ലെ. സോ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസ്ട്രക്ഷൻ, ദ വിഷ്യസ് സൈക്കിൾ ഓഫ് അഡിക്ഷൻ, എങ്ങനെയാണ് ഒരു അഡിക്ഷൻ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത്. ആൻഡ് സെൻഷ്യൽ വേഴ്സസ് നാച്ചുറൽ പ്ലഷർ അല്ലെ, നാച്ചുറൽ ആയിട്ട് പ്ലഷർ അനുഭവിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു അവസ്ഥ, അതൊക്കെയാണ് ഈ ലെസണിന്റെ അകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ആണ്, വൺ ആക്ട് പ്ലേ ആണ് അല്ലെ. ഹ്യൂമർ ത്രൂ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, എല്ലാവരും ഒരു ടിക്കിംഗ് ക്ലോക്ക് കേൾക്കുമ്പോൾ അതൊരു ബോംബാണെന്നുള്ള രീതിക്ക് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കാരിക്കേച്ചർ ഓഫ് സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റീന്റെ നേരെയുള്ള ഒരു മിറർ ആണ് അത് ആക്ച്വലി. ദ പ്ലേ presents a variety of eccentric characters whose traits lead to a chaotic and funny climax. ഒരു ഫണ്ണി ആയിട്ടുള്ള ക്ലൈമാക്സ് നടക്കുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേ. നെക്സ്റ്റ് ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റും. ഇതിന്റെ അകത്തും കുറച്ച് കോമിക് ആയിട്ടുള്ള സംഗതികളാണല്ലോ. ഒരു പല്ല് ഉറക്കാൻ പോകുമ്പോൾ ഒരു ടെൻഷനാണ് അതിനകത്ത് നമ്മൾ കാണുന്നത് കേട്ടോ. സോ എക്സാജറേറ്റഡ് പെയിൻ, ലോസ് ഓഫ് ഡിഗ്നിറ്റി, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ലെസൺ ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആണ്. ഇതിനകത്ത് എന്താണ് ആ ഒരു അല്ലെ ക്രൈം ചെയ്യുന്നത് ആ ടീച്ചർ തന്നെയാണ് ആൻഡ് അതിനുള്ള പണിഷ്മെന്റ് കിട്ടുന്നതും ആർക്കാണ്, ടീച്ചർക്ക് തന്നെയാണ് അല്ലെ. ക്രൈം ആക്ച്വലി കുട്ടിയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം അല്ലെ. കുട്ടിയെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ആൻസേഴ്സ് തെറ്റിക്കുന്നു. അങ്ങനെ ഈ ടീച്ചർ കമ്മിറ്റ് ചെയ്യുന്ന ക്രൈം എന്താണ്, ആ കുട്ടീനെ അടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഫൈനലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് നേരിടുന്നത് ആരാണ്, ആ ടീച്ചർ തന്നെയാണ്. ഇമോഷണൽ അല്ല ഫിസിക്കലും ആയിട്ടുള്ള പണിഷ്മെന്റ് ആ ടീച്ചർ തന്നെയാണ് നേരിടുന്നത്. സോ സെറ്റയർ ഓൺ ഓവർ പാരന്റിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അല്ലെ ഒരു എന്താ പറയാ ഭയങ്കര കെയർലെസ് ആയിട്ടുള്ള കെയർ ഫ്രീ ആയിട്ടുള്ള പാരന്റിങ്ങിനുള്ള ഒരു സെറ്റയർ ആണ്. റോൾ റിവേഴ്സൽ അല്ലെ, അവിടെ പവർ ഓഫ് അതോറിറ്റി ടീച്ചർ ആവുന്നിടന്ന് കുട്ടിയിലേക്ക് ആ ഒരു പവർ മാറുമ്പോഴുള്ള ആ ഒരു റോൾ റിവേഴ്സൽ അത് നമുക്ക് കാണാം. ആൻഡ് ദ റെപ്രസെന്റേറ്റീവ് ചൈൽഡ്, ഇതുപോലുള്ള ഒരുപാട് കുട്ടികളുടെ റെപ്രസെന്റേറ്റീവ് ആണ് ആ കുട്ടി കേട്ടോ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ ലെസൺസിന്റെയും തീംസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ എഴുതേണ്ട മിസ് ഔട്ട് ചെയ്യാതെ എഴുതേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെന്താ, ഓൾ ദി ബെസ്റ്റ്, എക്സാംസ് നന്നായിട്ട് എഴുതാം.